അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പേരിൽ ബ്യൂട്ടിഫുൾ ആണെങ്കിലും ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അല്ല. എന്താണെന്നല്ലേ, ഈ നിയമം അമേരിക്കയിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ നേരിട്ട് ബാധിക്കും. കാരണം ഈ പുതിയ ബിൽ പ്രകാരം അമേരിക്കയിൽ നിന്ന് വിദേശത്തേക്ക് അയക്കുന്ന പണത്തിന് 3.5% ടാക്സ് ഏർപ്പെടുത്താൻ പോകുകയാണ്. ഇത് അമേരിക്കയിലെ ഗ്രീൻ കാർഡിലും H-1B വിസയിലുമുള്ളവരെയും ബാധിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ നിയമം എല്ലാ രാജ്യക്കാർക്കും ബാധകമാണെങ്കിലും ഇന്ത്യ, ചൈന, മെക്സിക്കോ, ഫ്രാൻസ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലുള്ളവരെയാണ് കൂടുതൽ ബാധിക്കുക. നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പണം അയക്കുന്നത് ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിൽ തന്നെ 2008 മുതൽ ഒന്നാമതുള്ളത് ഇന്ത്യയും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ഗുരുതരമായി ബാധിക്കും. 2023 ഏകദേശം 10.5 ലക്ഷം കോടി രൂപയോളമാണ് വിദേശ ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയച്ചത്. ഇത് 2029 ആകുമ്പോഴേക്കും 14 ലക്ഷം കോടിയായി ഉയരുകയും ചെയ്യുമെന്നാണ് പ്രവചനം. നിലവിൽ ഇന്ത്യയിലേക്ക് വിദേശത്തു നിന്നും വരുന്ന പണത്തിന്റെ 28% അമേരിക്കയിൽ നിന്നാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ പുതിയ നിയമം വരുത്താൻ പോകുന്ന ആഘാതം എത്രയെന്ന്? ഇത് ചെറിയൊരു തുകയാണെന്ന് ചിന്തിക്കാൻ വരട്ടെ. RBIയിലെ സാമ്പത്തിക വിദഗ്ധരുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മിയുടെ പകുതി ധനസഹായം നൽകാനും വിദേശത്തു നിന്നുള്ള നേരിട്ടുള്ള നിക്ഷേപത്തെ പോലും മറികടക്കാൻ പോകുന്ന അത്രയും തുകയുണ്ട് ഇത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ GDPയുടെ 3% വരും ഇത്. അമേരിക്കയിലെ ഇന്ത്യക്കാരിൽ 78% ആളുകൾ ജോലി ചെയ്യുന്നു എന്നാണ് കണക്ക്. കോവിഡിന് ശേഷം അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. പ്രധാനമായും ഇന്ത്യയിൽ നിന്നുള്ളവർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് മാനേജ്മെന്റ്, ശാസ്ത്രം, സാങ്കേതികവിദ്യ തുടങ്ങിയ ഉയർന്ന വരുമാനമുള്ള മേഖലകളിലാണ്. ഇനി ഇന്ത്യയുടെ അന്താരാഷ്ട്ര കുടിയേറ്റ ജനസംഖ്യയുടെ കണക്ക് പറയുകയാണെങ്കിൽ 1990 ഏകദേശം 66 ലക്ഷം ആയിരുന്നെങ്കിൽ 2024 അത് ഏകദേശം 1,85,00,000 ഉയർന്നു. ആഗോള കുടിയേറ്റ വിഹിതം 4.3% നിന്ന് 6% എത്തി. ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ 50% ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയെ പോലെ വികസിത രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചത് ഈ അടുത്ത കാലത്താണ്. ഇതിന് കാരണം ഇന്ത്യയിലെ IT മേഖലയിലുണ്ടായ കുതിപ്പാണ്. ഇന്ന് ലോകത്തിലെ പ്രധാന കമ്പനികളുടെ എല്ലാം തലപ്പത്ത് ഇന്ത്യക്കാരെ കാണാം. ഉദാഹരണമായി ഗൂഗിളിന്റെ സുന്ദർ പിച്ചയും മൈക്രോസോഫ്റ്റിന്റെ സത്യ നാദലയും അഡോബിയുടെ സാന്ത്വന നാരായണനും അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. അമേരിക്കയിലെ പുതിയ നികുതി നിയമം വരുന്നതോടുകൂടി ഇന്ത്യയിലേക്ക് പണം അയക്കുന്നത് 10 മുതൽ 15% വരെ കുറവ് വരുത്തുകയാണെങ്കിൽ കൂടി അത് ഏകദേശം 1 ലക്ഷം കോടി മുതൽ 1.5 ലക്ഷം കോടി രൂപ വരെ കുറവ് വരുത്തും. അതായത് ഇത്രയും തുകയ്ക്കുള്ള വിദേശ നാണ്യം ഇന്ത്യയിൽ കുറവ് വരുത്തും എന്നർത്ഥം. ഇത് US ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്കിൽ സമ്മർദ്ദം ചെലുത്തുകയും വീണ്ടും രൂപയുടെ മൂല്യം താഴുന്നതിന് കാരണമാവുകയും ചെയ്യും. ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വിദേശ നാണ്യം എത്തിക്കുന്നവരിൽ ഒന്നാമതായി നമ്മുടെ കേരളമാണ്. പിന്നാലെ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമുണ്ട്. ഇന്ത്യയിൽ ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ചെറുകിട ബിസിനസ്സുകളെയും റിയൽ എസ്റ്റേറ്റ് മേഖലകളെയും ആയിരിക്കും. അമേരിക്കയുടെ ഈ പുതിയ ടാക്സ് നിയമം പൗരന്മാരല്ലാത്ത എല്ലാവരെയും എംബസി, UN, ലോകബാങ്ക് എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ബാധകമാണ്. ഇനി ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ഈ നികുതി വർധനവ് നിയമവിധേയമല്ലാത്ത ഹവാല, ക്രിപ്റ്റോ കറൻസി പോലുള്ള പണമിടപാട് മാർഗങ്ങളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് കാരണമാകും. ഇത് പലതരത്തിലുള്ള സുരക്ഷാ അപകട സാധ്യതകൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഇനി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഇത് നികുതി വരുമാനം വർദ്ധിക്കുന്നതിന് കാരണമാകുമെങ്കിലും അമേരിക്കയിൽ നികുതി അടയ്ക്കുന്നവർക്ക് ഈ അധിക നികുതി ക്ലെയിം ചെയ്യാവുന്നതാണ്. എന്നാൽ നികുതി അടയ്ക്കാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അതുപോലെ നയതന്ത്രജ്ഞരെയും സാരമായി ബാധിക്കുകയും ചെയ്യും. അമേരിക്കയിലെ ട്രംപിന്റെ വരവോടുകൂടി ആഗോള സാമ്പത്തിക മേഖലയിൽ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. അതിന്റെ ഭാഗമായി ഈ പുതിയ നിയമത്തെയും കാണാം. എന്നിരുന്നാലും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് ശേഷം മാത്രമേ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുവരെ കാത്തിരിക്കാം.